ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഭരണകൂടത്തിനെതിരെ നിരാഹാര സമരം ചെയ്യാൻ കോക്രോച്ച് ജനതാ പാർട്ടി പൊക്കിക്കൊണ്ടുവന്ന സോനം വാങ്ചുക് പക്ഷേ ഒന്നാം തരം രാജ്യസ്നേഹിയാണ് എന്ന അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും ഓരോ ദിവസങ്ങളിൽ തെളിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിൽ തിരിച്ച് ലഡാക്കിലേക്ക് പോയ അദ്ദേഹം വന്ദേ ഭാരതിനെ കുറിച്ചും അതുപോലെ തന്നെ ചുനാബ് പാലത്തെക്കുറിച്ചും ഭാരതത്തിന്റെ ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ സന്തോഷം നിറഞ്ഞ ഭാഷയിൽ പ്രശംസിച്ചിരുന്നു. ഈ പ്രശംസാ വചനങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടങ്ങളെയാണ് മറ്റൊരർത്ഥത്തിൽ പ്രശംസിക്കുന്നത് എന്ന തരത്തിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും ഉയർന്നിരുന്നു. ഭാരതീയ റെയിൽവേയുടെ നേട്ടങ്ങളെ പ്രശംസിച്ചതിന് പിന്നാലെ വിമർശനവുമായി രംഗത്തെത്തിയ CJP നേതാക്കൾക്ക് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് മറുപടി നൽകുകയാണ്. സർക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ അതിന്റെ പേരിൽ ഭാരതത്തെ അപമാനിക്കുന്നത് ശരിയായ സമീപനമല്ല എന്ന് വാങ്ചുക് പറയുന്നു. ദില്ലിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് യാത്രയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ പാലത്തെയും പ്രശംസിച്ചുകൊണ്ടാണ് വാങ്ചുക് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. ഭാരതീയ റെയിൽവേയെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ പോസ്റ്റിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ സർക്കാരിന്റെ ദല്ലാൽ എന്ന CJP നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന്റെ മറുപടിയാണ് വാങ്ചുക് പുതിയ വീഡിയോ സന്ദേശം പുറത്തിറക്കിയത്. സർക്കാരുമായി പ്രശ്നമുണ്ടെങ്കിൽ സർക്കാരിനോട് പോരാടും, എന്നാൽ ഭാരതത്തെ അപമാനിക്കരുത്. രാജ്യം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. രാജ്യത്ത് ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കണം, അതുപോലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും വേണം എന്നാണ് വാങ്ചുക് പറഞ്ഞത്. ശരിക്കും അദ്ദേഹം ഒരു നല്ല ചിന്തകളുള്ള ഒരു മനുഷ്യനാണ് എന്ന് തന്നെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് രാജ്യത്തോടുള്ള സ്നേഹം അത് തന്നെയാണ് പ്രഥമമായും നമ്മുടെ മനസ്സിൽ വേണ്ടത്. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും വേണം, ഒപ്പം നല്ല കാര്യങ്ങൾ അത് ആര് ചെയ്താലും എന്ന് അടിവരയിട്ട് വാങ്ചുക് പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ അത് ആര് ചെയ്താലും, നരേന്ദ്രമോദി ആയിക്കൊള്ളട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ, ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിക്കുക തന്നെ വേണം. അവിടെയാണ് ഒരു ഉത്തമ പൗരനാകുന്നത്. ഭാരതം ഒന്നാണെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ അഭിമാനത്തെയോ ദേശീയ സ്ഥാപനങ്ങളെയോ അവഹേളിക്കുന്നത് ശരിയായ രീതി അല്ല എന്നും വാങ്ചുക് പറയുന്നു. സർക്കാരിനെയും രാജ്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തരുത്, ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്തായാലും വാങ്ചുക്കിന്റെ ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത് CJP ഇത്തരത്തിൽ അദ്ദേഹത്തെ നിരാഹാര സമരത്തിനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഒക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം സർക്കാരിനെതിരെ സദാസമയവും സർക്കാരിനെതിരെ സംസാരിക്കും എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ പ്രക്ഷോഭത്തിനിടെ തെറി വിളിച്ചവർ പോലും മാപ്പ് പറഞ്ഞ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തേക്ക് വരികയാണ്. ജൻസികളുടെ പാർട്ടികളാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന CJPക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൽ കൂടി പ്രഹരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൻസികൾ ഒരു യഥാർത്ഥത്തിലുള്ള ജൻസികൾ, അതായത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ജൻസികൾ എന്തുകൊണ്ടും നമുക്ക് നേരത്തെ അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പവും അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടുകൾക്കൊപ്പവുമാണ് എന്നുള്ളത് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിക്കാൻ അവർ കൊണ്ടുവന്ന ഓരോ വ്യക്തികളും തിരിഞ്ഞു നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക്, രാജ്യത്തിന്റെ സംരക്ഷണത്തിലേക്ക്, രാജ്യസ്നേഹത്തിലേക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. സോനം വാങ്ചുക്കും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.